ഇതൊക്കെ ആരോട് പറയാൻ? കാശ് സ്വർണ്ണമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊരു വേലക്കാരിയാണല്ലോ മരുമോള്. അപ്പോൾ മരുമോള് പണിയെടുക്കണം. വീട്ടിലെ പണിയെല്ലാം എടുത്തിട്ട് സ്കൂളിൽ പോയാൽ മതി. ജോലിക്കാണെങ്കിലും അതേപോലെ തന്നെ. അങ്ങനെ തന്നെ പറയണം കേട്ടോ. ഞാനൊരു വാർത്ത കാണിച്ചു തരാം. ഒരു 6-7 ദിവസം മുന്നേ വന്നൊരു വാർത്തയാണ്. 10 ഗൃഹത്തിൽ ഒരു 20 വയസ്സുകാരി എലിവിഷം ഉള്ളിൽ ചെന്ന് മരിച്ചു. ഇതാണ് വാർത്ത. അതിൻ്റെ താഴെ തന്നെ ഉണ്ടായിരുന്നു, ആ പെൺകുട്ടി 20 വയസ്സായെങ്കിലും +2 പഠിക്കുന്നേ ഉള്ളൂ. സ്കൂൾ വിദ്യാഭ്യാസം പോലും കഴിയുന്നതിന് മുന്നേ 1 വർഷം മുന്നേ കല്യാണം കഴിച്ച് അയച്ച കുട്ടിയാണ്. ന്യൂസിൻ്റെ താഴെ തന്നെ ഉണ്ടായിരുന്നു ആ കുട്ടി മരിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് എഴുതിയിരുന്നത് ഭർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മ വീട്ടിലെ പണിയെല്ലാം തീർത്തതിന് ശേഷം ആ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞു വിടും. അതിലുള്ള മനം നൊന്നിട്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ന്യൂസിലുണ്ടായിരുന്നത്. ബേസിക് ആയിട്ടുള്ള സ്കൂൾ വിദ്യാഭ്യാസം പോലും കഴിയുന്നതിന് മുന്നേ ആ കൊച്ചിനെ കല്യാണം കഴിച്ച് അയച്ച ശേഷം ആ അമ്മയും അച്ഛനും ഇന്നലെയോ മറ്റൊരു ന്യൂസിൻ്റെ വീഡിയോ ക്ലിപ്പിൽ ഞാൻ കണ്ടതാണ്. അവരിരുന്ന് കരയുന്നു. എന്നിട്ട് എൻ്റെ മകളെ അവൾ തന്നെ വിഷം കഴിക്കില്ല, അവർ കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കരയുന്നുണ്ട്. അവർ കൊടുത്തതാണ്, തീർച്ചയായിട്ടും അവളത് കഴിക്കില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഇതിന് നീതി കണ്ടെത്തണം സാറേ. എന്റെ മകൾ അത് ചെയ്യില്ല, തീർച്ചയായിട്ടും അത് അവള് ചെയ്യില്ല. ആലത്തൂർ ഇരട്ടക്കുളം സ്വദേശി അബ്ദുറഹ്മാനുമായി 1 വർഷം മുമ്പാണ് അസ്നയുടെ വിവാഹം നടന്നത്. സ്കൂളിൽ ചേർക്കാൻ വൈകിയതിനാൽ 20-ാം വയസ്സിലും അസ്ന +2 പഠനം തുടരുകയായിരുന്നു. ഭർത്താവും വീട്ടുകാരും ചേർന്ന് കഠിന ജോലികൾ ചെയ്യിച്ചും പരിഹസിച്ചും വഴക്കു പറഞ്ഞും ഏക മകളായ അസ്നയെ നിരന്തരം ചൂഷണം ചെയ്തതാണ് മാതാപിതാക്കളുടെ പരാതി. ദ്രോഹിക്കുക, അതാ ചെയ്തിരിക്കുന്നത്. ഈ അവളുടെ ഗ്രാഹ്യ പീഡനം അതിന് മെയിൻ കാരണം അമ്മായിമ്മ. സഹിക്കവയ്യാതെ അസ്ന വീട് വിട്ടിറങ്ങിയെന്നും എന്നാൽ പിന്നാലെ എത്തിയ ഭർത്താവ് അബ്ദുറഹ്മാൻ തിരികെ കൂട്ടിക്കൊണ്ടുപോയെന്നും കുടുംബം പറയുന്നു. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു, എന്താ മനുഷ്യർക്ക് പറ്റുന്നത്? എത്ര കണ്ടാലും കേട്ടാലും എന്താ പഠിക്കാത്തത്? ബേസിക് ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു ഡിഗ്രി, ബേസിക് ഡിഗ്രി എങ്കിലും ആക്കാതെ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ കിട്ടുന്നത്? നിങ്ങൾക്ക് ചിലപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ സ്റ്റാറ്റസ് കാണിക്കാനും നിങ്ങളുടെ തലയിലിരിക്കുന്ന വലിയ ബേർഡൻ ഉണ്ടല്ലോ, ലോഡ്, അത് ഇറക്കി വെക്കാനൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. നിങ്ങളുടെ മക്കളുടെ ഭാവിയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ കാരണമല്ലേ ആ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഒരു 19 വയസ്സുള്ള കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞാൽ എത്ര മെച്യൂരിറ്റി ഉണ്ടാവും? ആ പ്രായത്തിൽ എന്തെങ്കിലും വന്നാൽ അതിന് ഭയങ്കര വിഷമമായിരിക്കും, ഡിപ്രഷനായിരിക്കും. അതൊക്കെ നിങ്ങളോട് വന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനാവും പറഞ്ഞിട്ടുണ്ടാവുക. ഇങ്ങനെ എല്ലാം പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാനിപ്പോൾ എൻ്റെ മാതാപിതാക്കളെ മാത്രം കുറ്റം പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ മാതാപിതാക്കളല്ലേ മെയിനായിട്ടുള്ള കാരണം. അവനും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അമ്മായിയും ഭർത്താവും എല്ലാം കുറ്റം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ കൊച്ച് അത്രയും വിഷമമായിട്ട് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് മുന്നേ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ അതിനെ പ്രേരിപ്പിച്ചത്. 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡീകോഡിങ് വീട്ടിലെ ജോലികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, വീട്ടിലുള്ള എന്താണ് ജോലികൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുമായിട്ടൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 25-30 വയസ്സായ തന്നെ ഒരു വീട്ടിലെ ജോലികൾ നമ്മൾ രാവിലെ തീർത്തിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നല്ല പ്ലാനിങ്ങും മെൻ്റലി നമ്മളെല്ലാം നേരത്തെ പ്രിപ്പയർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നീ സ്കൂളിൽ പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ആർക്കാ നഷ്ടം? ഇതിലാർക്കാ നഷ്ടം? മാതാപിതാക്കൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. അവർ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് മറക്കും. ആ കുട്ടിയുടെ ജീവിതം നഷ്ടമായി. പിന്നെ ഭർത്താവിനാണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് കേസൊക്കെ ഊരിപ്പോന്നു, പ്രേരണ കുറ്റമല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഊരി പോന്നിട്ട് വന്നിട്ട് വേറെ കല്യാണം കഴിക്കും. അവർക്കൊരു നഷ്ടമില്ല. നിങ്ങളുടെ മക്കളുടെ ഭാവി നിങ്ങളാണ് നോക്കാനുള്ളത്. അതിന് ഒരു നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അതിന് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് എനിക്ക് കല്യാണം വേണമെന്ന് തോന്നുന്ന സമയത്ത് കല്യാണം കഴിപ്പിച്ചിടുക. എൻ്റെ മക്കൾ ഞാൻ അങ്ങനെ ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ആ പെൺകുട്ടി ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ആ പെൺകുട്ടി സഹിക്കവയ്യാതെ സ്വന്തം വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഭർത്താവ് വന്ന് തിരിച്ച് വിളിച്ചു കൊണ്ട് പോയി എന്ന്. ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം, ഒരു മനുഷ്യനും മാറാൻ പോകുന്നില്ല. ഒരു മനുഷ്യനും, ഒരു ഭർത്താവിൻ്റെ വീട്ടുകാരും ഒരു ഭർത്താവും മാറാൻ പോകുന്നില്ല. ഇങ്ങനെ പിണങ്ങി നിന്നിട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ആദ്യം ഒരു 3-4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അതുവരെ നോർമലായിരിക്കും. പിന്നെ അവർ പഴയ സ്വഭാവം തന്നെ തുടങ്ങും. എന്ന് വെച്ചാൽ അത് അവരുടെ ഉള്ളിലുള്ളൊരു ബിഹേവിയറാണ്, അത് മാറാനൊന്നും പോണില്ല. ഇപ്പോൾ എത്ര ആയാലും നമ്മൾ ഒരാളെ മാറ്റാമെന്ന് വിചാരിക്കും, നമ്മളെ സ്നേഹം കൊണ്ട് മാറുമായിരിക്കും തോന്നും. പക്ഷേ അത് വെറും തോന്നലാണ്, ആരെയും നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ന്യൂസ് കാണുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. പിന്നെ ഇത് നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം എത്ര കിട്ടിയാലും നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കത്തില്ല. ചിലപ്പോൾ ഒരു 2-3 ജനറേഷന് ശേഷം മാറ്റം ഉണ്ടായാൽ അതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ എന്താ, താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.